ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിലോട്ട് പോവാം. ഹീറോയ്ക്ക് റൂം നോക്കി വാവ് നന്നായിട്ടുണ്ടോ. ഫ്രണ്ടോടെ മച്ചി ബോഡി ഗാർഡ് ഹീറോയുടെ ഫ്രണ്ട് നിപ്പിച്ച് നിങ്ങൾ മാത്രം പോകാണ്ട് ഇവിടെ നിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 7 പേർ ഹീറോയിൻ്റെ ഫ്രണ്ട് അങ്ങനെ PTS മെമ്പർ 7 പേർ റൂമിനകത്ത് വന്ന് ഹീറോയിൻ നോക്കുമായിരുന്നു. ലോക്ക് ചെയ്തു. അതുകൊണ്ട് ഫ്രണ്ട് ഷോക്കായി. ലോക്ക് ചെയ്തല്ലോ, എന്താ നടക്കുന്നതെന്നറിയില്ല. അങ്ങനെയായിട്ട് ഹീറോയിനെ പ്രിയാന്ന് വിളിച്ചു. ഹീറോയിൻ ആരാ എൻ്റെ പേര് വിളിക്കുന്നത്? ഹീറോ തിരിഞ്ഞു നോക്കി. ഹീറോയ്ക്ക് ഷാക്ക്. ആറാം ഇത് കൈ വെച്ചിട്ട് ഒരു മാംസം നിറച്ച് നോക്കുമായിരുന്നു. എൻ്റെ പേര് എങ്ങനെ ഇവർക്കറിയോ? അതെ സാർ, എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം സാർ? അതറിയാതെ ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഹീറോയിന് ഒരു നിക്ക് നെയിം വിളിക്കായിരുന്നു, ക്യൂട്ടിയെന്ന്. അത് കേട്ട് ഷോക്ക് ഹീറോയ്ക്ക്. ഇത് ഇത് 6ാം പറഞ്ഞായിരുന്നു. നമ്മൾ 6ാം പറഞ്ഞു. ഞങ്ങൾക്ക് 7 പേർക്ക് ഒരു ഡ്രീം പറഞ്ഞിരുന്നു. നമുക്ക് നമ്മ വരെ അതിൽ ഞങ്ങൾ പ്രൊപ്പോസറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 6ാം നടന്ന കാര്യം സോറി പറഞ്ഞു. ഇത് ഹീറോയ്ക്ക് ഷാക്ക് ഇടി വീണെന്നൊക്കെ. നിങ്ങൾക്ക് ഡ്രീം വന്നായിരുന്നോ? അതെ ഡ്രീം വന്നായിരുന്നു. അത് ഏത് പ്ലേസ് എന്നറിയാതെ എനിക്ക് അറിഞ്ഞായിരുന്നു ഏത് പ്ലേസ് ഉള്ളത്. നീ ഏത് ക്ലാസ്സിലെ പ്രൊപ്പോസർ ആ പ്ലേസ് തളരിൽ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കണ്ടുപിടിച്ചിട്ട് വന്നതാണ്. ആക്ച്വലി തമിഴ്നാട് പ്ലേസ് അത് അത് അത്രയൊന്നും അറിയില്ല. ഇന്ത്യക്ക് വരണം ഞങ്ങൾ ഭയങ്കര ആഗ്രഹമാണ്. എന്താ നീ ഉണ്ടാകും, അത് എനിക്കൊരു നമ്പിക്കുണ്ട്. അത് കേട്ട് ഇരുസൂർ പറയായിരുന്നു. അത് എങ്ങനെ നിങ്ങൾക്കറിയും? അതെ അത് മാത്രമല്ല ഞാൻ 6ാം പറഞ്ഞു. ഹീറോയിൻ്റെ അടുത്ത് വന്നു. ശരി ഓക്കെ, നീ പുറത്ത് പോയിക്കോ. അതുകൊണ്ട് ഇപ്പം നീ പോകണ്ട, കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്, അവിടെ നീ വരിയിരുന്നോ, ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിരുന്നു. ശരി ഓക്കെ, എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് 6ാം പറഞ്ഞു. ഇപ്പം നീ പോയിക്കോന്നു. ശരി ഓക്കെ, ബോഡി ഗാർഡും ഇത് പറഞ്ഞു ഇവിടെ നോക്കിക്കോ. ഓക്കെ സാർ. ഹീറോയിൻ അങ്ങനെ വീട്ടിൽ സുമർ പറഞ്ഞായിരുന്നു. ഹീറോയിൻ കോഫി ഷോപ്പിൽ പോയി വലിയ കാർ വെയിറ്റ് ചെയ്താണ്. നിറയെ പോയി ഇങ്ങനെ കാറിൽ ബ്ലാക്ക് കോഫി ഷോപ്പിൽ അങ്ങനെ കാറിൽ കയറി ഹീറോയിൻ. ഞാൻ ഹീറോയിനോട് പറയാൻ തുടങ്ങി, ഹോട്ടലേക്ക്. എന്ത് ഹോട്ടലൊക്കെ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ കൂടെ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഹീറോയിൻ പറഞ്ഞു. എന്തിനാ? ഇല്ല നീ വീട്ടിൽ പോവാ, ഞങ്ങൾ കൂടെ വരാം. അങ്ങനെ ഹീറോ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ട്രെയിനിൽ പോവാണ്. ട്രെയിനിലാ? ഹീറോയി പറഞ്ഞ ഞങ്ങൾ ട്രെയിനിൽ പോവാന്ന്. അത് കേട്ട് PTS മെമ്പർ ഷോക്കെ. ട്രെയിനിൽ പോവാണോ? അതെ ഞങ്ങൾ ട്രെയിനിൽ പോവാം. അങ്ങനെ ഹീറോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ PTS മെമ്പർ ഞങ്ങൾ കൂടെ വരാം. ശരി ഓക്കെ, ഞങ്ങൾക്ക് AC റൂം ബുക്ക് ചെയ്ത് ഹീറോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ശരി നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. ശരി ഓക്കെ, ഒരു AC റൂം ഹീറോയ്ക്ക് ഇത് പറഞ്ഞു. അന്നേരം ഓക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ആ റൂം എടുത്തു. അതല്ലേ ഞങ്ങൾ വന്നറിയില്ല, അതുകൊണ്ട് വന്ന് ഞങ്ങൾ പറഞ്ഞോളാന്ന് ഹീറോയി പറഞ്ഞു. അതുമാതിരി ഹീറോയി വേഗം എത്തി. അങ്ങനെ PTS മെമ്പർ വിളിച്ച് ഹീറോയി കാറ് ഇപ്പം കാറ്. അങ്ങനെ PTS മെമ്പർ കൂടെ ഹീറോയും കൂടെ വന്നായിരുന്നു. ഹോട്ടലിൽ അവിടെ എല്ലാവർക്കും സാങ് കഴിഞ്ഞ് ജസ്റ്റ് ഇത് പോവാണ് അവരോട് പറഞ്ഞിരുന്നു. റെസ്റ്റ് എടുക്കുന്നില്ല, ഹീറോയിൻ്റെ കൂടെ പോകണം. ഇങ്ങനെ മുഴുവൻ സംസാരിക്കാം. അങ്ങനെ ഹീറോയിൻ വിളിച്ചുകൊണ്ട് വന്നു. കാറ് ഹീറോയിൻ്റെ അനിയൻ അല്ല ഹീറോയിൻ ഫ്രണ്ട് പറഞ്ഞു. ഇനി ഒരു ഫ്രണ്ടുണ്ട്, അവ കാർ എടുത്തോണ്ട് വന്നു. ഇങ്ങനെ 2 പേർ കാറിൽ 7 പേർ കാറിൽ ഇറങ്ങി. വലിയ കാർ കൊണ്ടുവന്നായിരുന്നു, 2 കാർ. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ടിലെ ചേട്ടനും കാർ കൊണ്ടുവന്നായിരുന്നു. ഒരു ഇങ്ങനെ കേരളത്തിൽ അവിടേക്ക് ഹീറോയിൻ്റെ പ്ലേസിലേക്ക് പോരൊക്കെ എത്തി. അങ്ങനെ കാറ് വന്നായിരുന്നു. അങ്ങനെ കാറിൽ പോയി ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ എല്ലാവരും പാക്ക് സാധനം എല്ലാം എടുത്തു വന്നു. ഹീറോയിൻ്റെ വീട് വലിയ വീടാണ്. അങ്ങനെ 7 പേർ വന്നു. ഹീറോയിൻ മമ്മിക്ക് ഷോക്ക്. ഇതാരെ ബോയ്സ്? അതുമില്ല ഇതകത്ത് വരട്ടെ. അങ്ങനെ 7 പേർ വന്ന് അകത്ത് സൂട്ട് വെച്ച് മാസ്ക് കയറി. ഹീറോയിൻ്റെ മമ്മിക്ക് ഷാക്കായി. എന്ത്? അതെ ഹീറോയിൻ്റെ മമ്മിക്കൊരു വന്നിരുന്നു. അതങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാതകത്തിൽ ഇവൾക്ക് 7 ഫോറിൻ ചെറുക്കന്മാരാണ് മാരേജ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും. ഇത് കേട്ട് ഹീറോയിൻ മമ്മിക്ക് ഷാക്കായി. നിങ്ങളുടെ മകൾ എന്നെ എടുത്തിട്ട് വരും കൂടെ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ്റെ മമ്മിക്ക് ഷാക്കായി. പോയി ഡാഡി വിളിച്ചോണ്ട് വരാൻ തുടങ്ങി. അവർക്ക് ഷാക്കായിരുന്നു. അത് കേട്ട് ശരി പിന്നെ അത് പറഞ്ഞിരുന്നു. അവർ വന്ന് അവർക്ക് മാരേജ് അയക്കുന്നു. മുൻ ജന്മത്തിൽ അവർക്ക് 2 പേർക്ക് പിരിവ്. ആ സ്റ്റോറി കേട്ട് ഹീറോയിൻ്റെ മമ്മിക്ക് സാഡായിരുന്നു. അതുകൊണ്ട് ശരി ഓക്കെ. PTS മെമ്പർ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ മോൾ ഇഷ്ടമാണോ? അത് ഹീറോയിൻ മമ്മി ഓൾറെഡി ലാംഗ്വേജ് പഠിച്ചായിരുന്നു. അതിന് ഓൾറെഡി മുത്തശ്ശൻ പറഞ്ഞതിന് ആ ലാംഗ്വേജ്. ഇപ്പോൾ ഹീറോയിൻ്റെ ഡാഡിക്കും കൊറിയർ ഇത് കൊറിയർ പറഞ്ഞു.
അവർ ഓക്കെ അങ്ങ് പിടിക്കും പറഞ്ഞു. നിങ്ങൾ മമ്മിൻ്റെ ഡാഡി വിളിപ്പിച്ചോന്ന്. അങ്ങനെ ഡിസംബറിയുടെ ഹീറോയും കൂടെ കുറച്ച് അവർ ഫാമിലി കൂടെ ആയിരുന്നു. പിന്നെ അവർ പോയി അവർ മമ്മി ഡാഡി വെച്ച് ഹീറോയ്ക്ക് ഹീറോമാർക്ക് എൻഗേജ്മെൻ്റ് ആയി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജ് ആയി. ഹീറോയിൻ മമ്മിക്ക് ഡാഡിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയി ജോലി എൻജോയ് ചെയ്തിറങ്ങി. ഇപ്പം ബേബീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഹീറോയി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഹീറോയി നല്ല നല്ല പഠിച്ച് നല്ല നിലയിലെത്തിയിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി. ഇപ്പോൾ ഹീറോയ്ക്ക് ഫാഷൻ ഡിസൈനറാണ് ഹീറോയി പഠിച്ചത്. ഫേമസ് ഫാഷൻ ഡിസൈനറായി. ഹീറോമാർക്ക് 7 പേർക്ക് ഹീറോയാണ് ഡ്രസ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫാഷൻ, ഹെൽത്ത്, പിന്നെ ഹെയർ സ്റ്റൈൽ, മേക്കപ്പ് അതെല്ലാം ഹീറോയെ പഠിച്ചിരുന്നു. ഹീറോയ്ക്ക് അറിയും. പിന്നെ 7 പേർക്ക് ഹീറോയിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്. അങ്ങനെ ആ ഗേൾസിനോട് വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ ഹീറോയി ചെയ്യുമ്പോൾ നല്ല ഡ്രസ് ഡിസൈൻ മൊത്തം എല്ലാം ഹീറോയാണ്. വലിയ കമ്പനിയാണ് കൊറിയയിൽ. പിന്നെ ഹീറോയിൻ മമ്മി ഡാഡി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ നല്ല നിലയിലെത്തി. ഇപ്പോൾ കുട്ടികളെല്ലാം ഓടി കളിക്കാം. മോം ഡാഡി എവിടെ? അവിടെ ഉണ്ട്. 7 ബേബീസാണ് ബോയ്, ഒരു ഗേൾ ബേബി. ഇപ്പോൾ ഹീറോയും ഇപ്പോൾ പ്രഗ്നൻ്റാണ്. അതന്നെ 9 months. ഇപ്പോൾ ഡെലിവറി പെയിൻ എനിക്ക് കുറച്ചൊന്നും കഴിഞ്ഞ് വരും. ഹീറോയി പറയാൻ തുടങ്ങി. അയ്യോ അങ്ങനെ ഡിസംബർ ഹീറോയിനെ നല്ല കെയറിങ് ആയി ചെയ്തായിരുന്നു. ഇങ്ങനെ ഹീറോമാർ പാട്ട് ഡാൻസ് കളിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ ഡാൻസ് പാട്ടുണ്ട്. അവർക്ക് കുറച്ച് ഡാൻസ് റെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഫോൺ വന്നാറ് നമുക്ക്. അപ്പോൾ ഡാൻസ് ഒക്കെ ടയർഡായിരുന്നു. എന്നാൽ നിങ്ങളെ വൈഫ് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു ഹീറോയിനെ മമ്മി. അങ്ങനെ ഓടി 7 പേർ പറഞ്ഞു ബ്രേക്ക് സർ കുറച്ചൊന്ന് കഴിച്ച് കളിക്കാം. അവർ ഓടിപ്പോയിരുന്നു. ഇങ്ങനെ ആർമിസ് എൻ്റെ വൈഫ് അങ്ങനെ എല്ലാവർക്കും അറിയാവും. അങ്ങനെ ഓടിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ഹീറോയ്ക്ക് ക്യൂട്ടായിട്ട് ഗേൾ ബേബി. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുട്ടികൾ 6 വീഡിയോസ് മുമ്പ് ഹീറോയിൻ നന്നായിട്ട് കെയറിങ് ആയി നോക്കും. ബാക്കി ബേബീസ് നന്നായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്. 8 ബേബീസ് 2ാം ക്ലാസ് പഠിക്കുകയാണ് കുട്ടികൾ. ഡാഡാ എന്താ പറ്റി? ബേബിയാണല്ലേ? അതെ ബേബി. അങ്ങനെ അവർ കഴിഞ്ഞ് കുട്ടികൾ ഡാൻസ് പാട്ട് കളിക്കും. പിന്നെ ആ കുട്ടീനെ നന്നായിട്ട് കെയറിങ് ആയിട്ട് നോക്കും. അങ്ങനെ പാട്ട് ഡാൻസ് കുട്ടികൾ തന്നെ ഹാപ്പി എൻഡിങ്.